കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ലോകപ്പിനുള്ളിൽ ചോര കക്കവൻ. പുറത്തിറങ്ങിയാലും 41 അന്ന് ചുമച്ചും കൊരച്ചും ചോര ഛർദിച്ചും അവൻ ചാകും. അതിനുള്ള പണി ചെയ്തു വെച്ചിട്ടുണ്ട് വസുമതി. മോളെ നിന്റെ വിഷ്ണുവേട്ട് നീ ഒന്ന് പറഞ്ഞ. നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? അതോ ഞാനിനി ചൂലെടുക്കണോ? വസുമതി, നിങ്ങളോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഞാൻ പൊയ്ക്കോളാം. എന്തോ ശാരദാമ്മേ, അമ്മ മോശമായിട്ടെന്തെങ്കിലും? മോനെ വിഷ്ണു, വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ശാരദാമ്മേ. ശാരദാമ്മയുടെ മോൻ തന്നെയാ ഈ അർജുൻ. വിഷ്ണുവിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ഞാൻ... അർജുൻ, നീ അകത്ത് പോ. അവൻ ഞാൻ... എടാ, നിന്നോട് അകത്ത് പോവാനാ പറഞ്ഞത്. മോഞ്ചല്ലേ, അമ്മയാ വിളിക്കുന്നത്. കേറി പോടാകത്ത്. അതെ, അർജുനെ LLB പഠിപ്പിച്ച് വക്കീലാക്കിയതേ അവന്റെ തള്ളയുടെ തലയിടിച്ച് പൊട്ടിച്ചവനെ ജാമ്യത്തിലിറക്കാനല്ല. ശാരദാമ്മ പോ. എന്താണ് സാറേ, കഴിഞ്ഞടാ, കഴിഞ്ഞു. അപ്പോ നമുക്കങ്ങ് തുടങ്ങാം അല്ലടാ? സാറിന്റെ ഇഷ്ടം. പിന്നെ സാറേ, ഈ യൂണിഫോം യൂണിഫോമിനോടൊന്നും നിനക്കത്ര വലിയ ബഹുമാനമൊന്നും വേണ്ടടാവേ.
ഇത് സാറിന്റെ ദേഹത്തിട്ട് കാണുമ്പോ എനിക്കൊരു അറപ്പൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ഇതിടുന്ന 99% പേരും നല്ലവരാ സാറേ. ദാ, കൈയെടുക്ക സഹദേവാ. സഹദേവൻ കൈവച്ച എപ്പോ എടുക്കണമെന്ന് സഹദേവൻ തീരുമാനിക്കും. കാര്യങ്ങളപ്പോ അങ്ങനെയാണല്ലേ? അതേടാ. ദാ. എടാ നിന്നെ ഞാൻ നിനക്ക് കണക്കിന് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ചോദിച്ചു വാങ്ങിച്ചാലേ നമ്മളങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട. അല്ലേ ഒന്ന് നോക്കിയേക്കാം. സീനിയർ ഓഫീസർ ലോക്കപ്പ് കിടന്ന് ചത്താലേ നമ്മൾ സമാനം പറയേണ്ടി വരും. വേണ്ടോ വേണ്ടോന്ന് വെച്ചു. സാർ എന്താ സാറേ പ്രശ്നം? മർദ്ദനല്ലായിരുന്നു സാറേ, ക്രൂരമർദ്ദനം. ഈ ലോക്കപ്പ് മർദ്ദനം എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ഉണ്ടോ? പിന്നെ സാറിന്റെ കയ്യും കാലൊക്കെ ഇളകിയിട്ട് കുറച്ച് നാളായല്ലോ. എല്ലാം ഇളകി കിടക്കുക. ആഹാ, ഈ സാറിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ യൂണിഫോം ഒന്നും വൃത്തിയേടാക്കണ്ടെന്ന്. കണ്ടില്ലേ? അത്രയ്ക്കാണ് പട്ടി. അയ്യേ പട്ടീന്ന്. ഗോമറേ സാർ കുറച്ച് പച്ചത്തേങ്ങ ഒരു ചാക്കം വേണം. അതൊക്കെ വേണം സാറേ. താ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി. സാർ സഹദേവന്റെ ലോക്കപ്പി വെച്ച് സഹദേവന്റെ മേലെ കൈവച്ചവൻ ഇവിടുന്ന് മുട്ടിലഴിഞ്ഞേ പോവൂ. ആ ബലങ്ങെടുത്ത് ഇവന്റെ കൈ രണ്ടോ സെല്ലിന്റെ അഴിക്കുള്ളിലേക്ക് പിടിച്ച് പൂട്ട. സഹദേവ വേണ്ട. നീ ഇങ്ങ് നിക്കണ അങ്ങോട്ട്. സഹദേവ ഇതേ ഫൗളാണേ. ശരിക്കുള്ള കളി ഞാൻ കാണിച്ചു തരാടാ. സഹദേവനെ തൊട്ട കൈ ഞാൻ പിടിക്കും. എടോ താൻ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നേ? അതെ എന്താ എന്താ ഇവിടെ നടക്കുന്നത്? കണ്ടില്ലേ? പ്രതിയെ ചോദ്യം ചെയ്യാം മാഡം. ഇങ്ങനെ കെട്ടിയിട്ട് ഒരു മൃഗത്തെ പോലെ മർദ്ദിക്കാൻ വിഷ്ണുവേട്ടൻ എന്താ കൊലക്കേസിലെ പ്രതിയാ? അതോ കള്ളക്കടത്തുകാരനോ? അതോ തീവ്രവാദിയോ? ട്രെയിനിൽ തീവെപ്പ് നടത്തിയവനെ പോലും ഇതിനേക്കാൾ മാന്യമായിട്ടാണ് സർ പോലീസ് ചോദ്യം ചെയ്യുന്നത്. മാഡം എന്നെ ചോദ്യം ചെയ്യാനൊന്നും പഠിപ്പിക്കണ്ട. പഠിക്കണം സർ. പ്രതി പോലീസിനോട് സഹകരിക്കാതിരിക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അല്പം ബലപ്രയോഗം ആകാം. അതും ഇത്രയും നികൃഷ്ടമായ രീതിയിലല്ല. ഞാൻ എന്റെ സ്റ്റേഷനിൽ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. അപ്പോഴോ അകത്ത് പോകും സർ. എന്താ പറഞ്ഞേ? സെക്ഷൻ 139 പോലീസ് ആക്ട് 1861 അൺവാറന്റഡ് വയലൻസ് ഇൻ കസ്റ്റഡി. അതിന് ഉത്തരവാദിയായ പോലീസ് ഉദ്യോഗസ്ഥന് ജയിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. സിവിൽ സർവീസ് മെയിൻ എക്സാം പാസ്സായിരിക്കുന്ന കുട്ടിയാ സാറേ. ഇനി ഒരു ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞാൽ സാറ് സല്യൂട്ട് ചെയ്യേണ്ട ആളാ. അപ്പൊ അതാണ് ഇത്ര അഹങ്കാരം. ആ വിലം കഴിക്കേ. ആ വിലം കഴിക്കാൻ അയച്ചു കൊടുക്കടോ. എന്തിനാണാവോ കളക്ടർ അമ്മയുടെ തിരുവെഴുന്നള്ളത്ത്? വസുമതി കുഞ്ഞമ്മ പരാതി പിൻവലിച്ചോ? അല്ല, ആളെ കാണുന്നില്ലല്ലോ. പരാതി പിൻവലിക്കാൻ മാത്രമല്ല, എനിക്ക് എന്റെ ഭർത്താവിനെ കാണാനും വരാ ഇവിടെ. CI സഹദേവൻ സാറിന്റെ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ ഈ പോലീസ് സ്റ്റേഷൻ. ഓ ആന്നേ. ഭർത്താവിനെ കണ്ടല്ലോ, ഇനി പോവാം. വിഷ്ണുവേട്ടൻ ഇവിടെ പൂട്ടിയിടാന്ന് കരുതണ്ട സഹദേവൻ സാറേ. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ വിഷ്ണുവേട്ടനെ ജാമ്യത്തിലിറക്കി കൊണ്ടുപോയിരിക്കും. ഹലോ മാഡം, ഇന്ന് സൺഡേ.
ഞായറാഴ്ച കോടതി അവധിയാ. പിന്നെ എവിടുന്നാണാവോ മാഡത്തിന്റെ കണവനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള തിട്ടൂരോ വാറോരോ ഒക്കെ കൊണ്ടുവരുന്നത്? എനിക്ക് വേണമെങ്കിൽ ഇവനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്നതേ ഉള്ളൂ. പക്ഷേ മാഡം ഇവിടെ വന്ന് ഇത്രയും ലോ പോയിന്റ്സ് ഒക്കെ പ്രസംഗിച്ച സ്ഥിതിക്ക് ഇന്ന് രാത്രി ഇവൻ ഇവിടെ കിടക്കട്ടെ. ഊട്ടിയിട്ട് വാടോ. മാഡം ഒന്ന് പുറത്തേക്ക് ഇരിക്കുന്നു. ഇയാൾ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. അതൊന്നും സാരമില്ല വിഷ്ണുവേട്ടാ. പക്ഷെ ഇന്ന് ജാമ്യം. ഹേയ്, അതൊന്നും സാരമില്ലടോ. എടോ, വിഷ്ണു ഒരു ദിവസം ലോക്കപ്പിൽ കിടക്കട്ടെ എന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് നടക്കട്ടോ. ഇവിടെ ഒരു കുഴപ്പമില്ല. അതെ, ഇയാളിപ്പോ നല്ല കുട്ടിയായിട്ട് പോ. പിന്നെ അമ്മയെ നോക്കിക്കൊള്ളണം കേട്ടാ. അച്ഛനോട് സമാധാനമായിട്ടിരിക്കാൻ പറയണം. പിന്നെ ആ സുസ്മിത ഉണ്ടല്ലോ, അവള് വലിയ കുഴപ്പങ്ങളൊന്നും ഒപ്പിക്കാതെ ഇയാൾ നോക്കണം. മനസ്സിലായ? ഐ കരയല്ലേ. നോക്കിയേ, പോലീസുകാർ നോക്കുന്നു. പോയിക്കോ, ഒരു കുഴപ്പമില്ല. ഹലോ മാഡം, ഇത് ദൈവത്തിന്റെ തീരുമാനമല്ല ശാലിനി, സഹദേവന്റെ. മാഡത്തിന്റെ വിഷ്ണുവേട്ടനെ പൂട്ടിയിടണമെന്ന് സഹദേവൻ തീരുമാനിച്ച പൂട്ടിയിട്ടിരിക്കും. ഈ രാത്രി മുഴുവൻ അവൻ എന്റെ കയ്യില. ഭൂമിയിലെ നരകം എന്താണെന്ന് കാണിച്ചു കൊടുക്കും ഞാൻ അവന്. സൂക്ഷിച്ചോ. സൂക്ഷിക്കേണ്ടതേ സഹദേവൻ സാറാ. എന്റെ വിഷ്ണുവേട്ടനെ എനിക്കറിയാം. അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല. ചുണ്ടത്തുനിന്ന് ആ ചോര തുടച്ചു കളയി സാറേ. എടത്തേമേ, ആശാൻ എവിടെ? അകത്തുണ്ട്. ലോക്കപ്പിലോ? ആശാനെ ലോക്കപ്പിലിടാനോ? അതേത് പോലീസുകാരനൊന്ന് കാണണമല്ലോ. ഈ സ്റ്റേഷൻ ഞങ്ങൾ കത്തിക്കും. ദാസനെ നമ്മുടെ ഫുൾ ടീമിനെ വിളിക്കാം. കാക്കി ഇട്ട ഒരുത്തം പുറത്ത് പെടുക്കാൻ പോണമെങ്കിൽ പിന്നെ ഞങ്ങളോട് അനുവാദം ചോദിക്കേണ്ടി വരും. കമല, വേണ്ട. അതവര് വേറെ കേസാക്കും. സത്യാമ്മയോടും വിഷ്ണുവേട്ടനോടൊക്കെ വ്യക്തി വൈരാഗ്യമുള്ള ഒരു ഓഫീസറാ വിഷ്ണുവേട്ടനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന. ആരാവൻ? CI സഹദേവൻ. പട്ടിയോ? അവ ഇവിടെ എത്തിയോ CI ആയിട്ട്? അവനാണെങ്കിൽ ആശാനെ വിടില്ല. നമുക്ക് ജാമ്യത്തിന് നോക്കാം എടത്തേമ്മേ. നടക്കില്ല, ഇന്ന് ഞായറാഴ്ച. ആശാനെ പൂട്ടുള്ള സകലമാന വഴി അവൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോ എങ്ങനെയൊന്ന് രക്ഷപ്പെടുത്താം? വിഷ്ണുവേട്ടനെ പറ്റിയൊരു കയ്യബദ്ധം വസുമതി ആന്റി അത് കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. പ്രീതി മോൾക്ക് അബോഷൻ ആയപ്പോഴല്ലേ സത്യാമ്മയും വസുമതി കുഞ്ഞമ്മയും പിന്നെയും പിണങ്ങിയത്? അതെ. പ്രീതി മോൾക്ക് കഴിക്കാനുള്ള പായസത്തിൽ ആരോ വിഷം കലിക്കുന്നല്ലേ പറയുന്നത്? പ്രീതി മോൾക്ക് അബോഷൻ ആകുന്നത് കൊണ്ട് ആർക്കപ്പം ഇത്ര നേട്ടം?
എന്താ ഏട്ടത്തേമേ? അതെ, അത് അവള് തന്നെ. ആര്? കമല, എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം, അല്ലെങ്കിൽ ചിലപ്പോ. ഏട്ടത്തേമേ, ഏട്ടത്തേമേ. സാർ, ചായ. ഇപ്പൊ വേണ്ടടോ, അവിടെ വച്ചേരെ. എടോ പിള്ളേ, മനസ്സിനൊരു സമാധാനമില്ലല്ലോ. എന്റെ ഭാമ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ നമ്മുടെ വിഷ്ണുവിനെ അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയല്ലോ. എടോ, ഈ ഒരു വശമല്ല, മൊത്തം തളർന്ന പോലെ തോന്നുവാ. സാറ് സമാധാനമായിട്ടിരിക്കെ, ശാലിനി കുഞ്ഞ് പോയിട്ടുണ്ടല്ലോ. പിള്ളേ, എന്നെ വരാൻ തിരക്ക് ഒന്നിരുത്ത് പിള്ളേ. ഇവിടെ ഇരുന്നിട്ട് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുവാ. ശരി സാർ. ശാലിനി കുഞ്ഞ് വരുന്നുണ്ടല്ലോ. മോളെ ശാലിനി, ഒരു നിമിഷം അച്ഛാ. പിള്ളേ, ശാലിനി മോളെന്താ ഒന്നും പറയാതെ പോയത്? അതിനെന്തെങ്കിലും കാരണം കാണും സാറേ. ശാലിനി കുഞ്ഞ് ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല. അവളൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല. ഇവളെപ്പോഴാ വന്നേ? എന്ത് ചെയ്യാ ഇവളവിടെ? ഈശ്വര, പെട്ടല്ലോ. എന്റെ വലിയ പിഴ. എടി മണ്ടി സുസ്മിതേ, ഇത്രയും സമയം ഉണ്ടായിട്ടും നിനക്കത് നശിപ്പിച്ച് കളയാൻ തോന്നിയില്ലല്ലോ. ദൈവമേ, സകലതും കുഴി തോണ്ടി എടുക്കുകയാണല്ലോ അവള്. മതിയടി,
ഇത് ധാരാളം മതി. ഇവളെവിടെ പോവാ? ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും?